Next, we are going to learn about ARP protocol. What is ARP? ARP refers to Address Resolution Protocol. What are the uses of ARP? ARP is used to find the physical address of the node when its internet address is known. We know that each and every host will have an address. So basically it will have a physical address. So if the physical address of a node is not known, so in order to know the physical address of a host, we make use of a protocol known as ARP. Anytime a host or a router needs to find the physical address of another host on its network, it formats an ARP query packet that includes the IP address and broadcasts in over the network. അപ്പോൾ ഒരു ഹോസ്റ്റിന്റെ ഫിസിക്കൽ അഡ്രസ്സ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റിന്റെയോ അല്ലെങ്കിൽ റൂട്ടറിന്റെയോ ഫിസിക്കൽ അഡ്രസ്സ് അറിയാൻ വേണ്ടി ഒരു ഹോസ്റ്റിന്റെ ഫിസിക്കൽ അഡ്രസ്സ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റോ ഒരു റൂട്ടറോ ഒരു ഹോസ്റ്റിന്റെ ഫിസിക്കൽ അഡ്രസ്സ് അറിയാൻ വേണ്ടി നെറ്റ്വർക്കിൽ ഒരു ARP പാക്കറ്റ് അയക്കും. ആ ARP പാക്കറ്റിനകത്ത് അതിന്റെ IP അഡ്രസ്സും കാണും, ഇന്റർനെറ്റ് അഡ്രസ്സും കാണും, പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തായിരിക്കും ആ ഫുൾ നെറ്റ്വർക്കിൽ വിടുന്നത്. അതായത് എല്ലാ റിസീവേഴ്സിനും ആ നെറ്റ്വർക്കിലുള്ള എല്ലാ അയച്ച ഹോസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഹോസ്റ്റുകൾക്കും ആ പാക്കറ്റ് റിസീവ് ആവും. അതിനാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. Every host on the network receives and processes the ARP packet, but only the intended recipient recognizes its internet address and sends back its physical address. അപ്പം ഏതെങ്കിലും ഇപ്പോൾ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് ഒരു സോഴ്സ് ഹോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു, ഒരു ARP ക്വറി പാക്കറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അപ്പം ആ നെറ്റ്വർക്കിന്റെ അകത്ത് നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാ ഹോസ്റ്റുകളും ആ പാക്കറ്റ് റിസീവ് ചെയ്തിട്ട് ആ ARP പാക്കറ്റ് പ്രോസസ് ചെയ്ത് നോക്കും. അതായത് അതിന്റെ അകത്ത് ചെക്ക് ചെയ്യും. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന IP അഡ്രസ് എന്ന് പറയുന്നത് ഇപ്പം റിസീവ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിന്റെ IP അഡ്രസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ അത് തിരിച്ച് ഫിസിക്കൽ അഡ്രസ്, അതിന്റെ ഫിസിക്കൽ അഡ്രസ് സോഴ്സിന് അയച്ചു കൊടുക്കും. The host holding the datagram adds the address of the target to host both to its cache memory and to the datagram header, then sends the datagram on its way. അപ്പം ഹോസ്റ്റിന് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഹോസ്റ്റ് എന്ത് ചെയ്യും? ടാർഗറ്റ് ഹോസ്റ്റിന്റെ അഡ്രസ്സ് ക്യാഷ് മെമ്മറിയിലോട്ട് ആഡ് ചെയ്ത് വെക്കും. കാരണം അതെപ്പോഴും പിന്നെ വേണ്ടുന്നതാണ്, അടുത്ത പാക്കറ്റ്സിലായിരിക്കും. അപ്പൊ ക്യാഷ് മെമ്മറിയിലോട്ട് കിട്ടിയ ആ ടാർഗറ്റിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത പാക്കറ്റ് ഡേറ്റാഗ്രാം ഹെഡേഴ്സ്, ഒറിജിനൽ ഡേറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. ARP is a low-level protocol that uses the services of the MAC layer and as with all protocols is then encapsulated in a physical network frame. ARP ഒരു ലോ ലെവൽ പ്രോട്ടോകോൾ ആണ്. MAC ലെയറിന്റെ എല്ലാ സർവീസസും യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ARP. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രോട്ടോകോൾസും പോലെ ഈ ARP പ്രോട്ടോകോളും ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? അതിന്റെ ഡേറ്റ എൻകാപ്സുലേറ്റ് ചെയ്തായിരിക്കും ഫിസിക്കൽ ലെയറിൽ കൂടെ ഒരു നെറ്റ്വർക്ക് ഫ്രെയിം ആയിട്ട് അത് മൂവ് ചെയ്യുന്നത്. എൻകാപ്സുലേറ്റഡ് ഡേറ്റ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. In this case, the source address field of the physical frame will indicate the station that is requesting the address resolution, while the destination address field will contain the broadcast address. അപ്പൊ അങ്ങനൊരു ARP പാക്കറ്റ് പോകുമ്പോൾ അതിൻ്റെ അകത്തുള്ള സോഴ്സ് അഡ്രസ് എന്ന് പറയുന്നത് അയച്ച സ്റ്റേഷന്റെ അഡ്രസ് ആയിരിക്കും. അയച്ച ഏത് സ്റ്റേഷനാണോ അഡ്രസ് റെസൊല്യൂഷൻ വേണ്ടുന്നത്, അതായത് ഏത് സ്റ്റേഷനാണോ ഡെസ്റ്റിനേഷന്റെ അഡ്രസ് ഫിസിക്കൽ അഡ്രസ് വേണ്ടുന്നത്, ആ അഡ്രസ്സിന്റെ ആ സോഴ്സ് ഹോസ്റ്റിന്റെ അഡ്രസ് ആയിരിക്കും സോഴ്സ് അഡ്രസ് ഫീൽഡിന്റെ അകത്ത് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫീൽഡിന്റെ അകത്ത് ARP പാക്കറ്റിന്റെ അകത്ത് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫീൽഡിന്റെ അകത്ത് എപ്പോഴും ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിരിക്കും ഉള്ളത്, ആ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. Where a type field is present, this will contain a code to indicate the ARP protocol so that receiving stations will be able to correctly process the frame. ARP പാക്കറ്റിനകത്ത് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ആ ടൈപ്പ് ഫീൽഡ് എപ്പോഴും ടൈപ്പ് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിന്റെ അതൊരു കോഡ് ഉണ്ട്. ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കോഡ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ARP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന പാക്കറ്റ് ആണ് ഇതെന്ന്. അതുപോലെ തന്നെ റിസീവിംഗ് സ്റ്റേഷൻസിനപ്പം ആ ഫ്രെയിമിനെ പ്രോസസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ കോഡ് ചെക്ക് ചെയ്യുമ്പം ARP പ്രോട്ടോകോൾ ആണെന്ന് മനസ്സിലാക്കി
ടൈപ്പ് മനസ്സിലാക്കി സ്റ്റേഷൻസിന് പ്രോസസ് ചെയ്യാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഇഥർനെറ്റ്, ദ ടൈപ്പ് ഫീൽഡ് വിൽ കണ്ടെയ്ൻ 0/0806. ഇഥർനെറ്റ് ആണെങ്കിൽ ടൈപ്പ് ഫീൽഡിൽ ഉള്ള വാല്യൂ ഈ പറയുന്നതായിരിക്കും, ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും. ദിസ് വൺ.